ഹാ ഗായ്സ്, അങ്ങനെ ഇന്നാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് എണ്ണീറ്റിട്ട് രാവിലെ തന്നെ എണ്ണീറ്റ് എനിക്ക് രാവിലെ തന്നെ ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ടിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എടുക്കാൻ പറ്റില്ല. ഞാൻ എണ്ണീറ്റു, അത് തന്നെ ഡ്രസ്സും മാറി ഫുഡും കഴിച്ചു ഉടനെ ക്യൂപ്രോ പന്തത്തിൻ്റെ ഇവിടെ വന്ന് ഷൂട്ടിന് വന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ആദ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടെ ഷൂട്ടിന് വന്നതാണ്. അതായത് ഇവിടുത്തെ ക്യൂപ്രോ പന്തത്തിൻ്റെ മൊബൈൽ സർവീസ് മൊബൈൽ ഷോപ്പുമാണ്, നല്ലൊരു കടയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹായ് ഗായ്സ്, എനിക്ക് രാവിലെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായി പോയി. പെട്ടെന്ന് ചേട്ടനൊക്കെ വന്നു, നമുക്ക് വീഡിയോ എടുക്കണമായിരുന്നു. ഒരു ചെറിയൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഗ്രൂപ്പറോടെ, അപ്പോൾ അതിൻ്റെ പുറയിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇവിടുന്ന് തൊട്ട് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി. ഞാൻ കാറിൽ കയറിയപ്പോൾ എടുത്തു, പിന്നെ ഇവിടുന്ന് ഒന്നുകൂടെ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇവിടെ അടുത്തൊരു ചെറിയ സ്പോട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? കരിങ്ങാലിപ്പുഞ്ച. അവിടോട്ട് പോകാന്ന് വിചാരിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പോവാണ്. ക്യൂപ്രോയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് പറയാ, പിന്നെ ക്യൂപ്രോയെ പൊക്കി പറയാന്നേ. ഇവിടെ അടുത്താണോ ആ സംഭവം? ഞാൻ ഇതുവരെയും പോയിട്ടില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ല. സത്യം ഒരു വണ്ടി ഒന്ന് ഇറങ്ങി പൊളിഞ്ഞു പോയി, പിന്നെ ട്രെയിൻ അങ്ങനെയാണല്ലേ. അതൊരു വ്ലോഗ് ആക്കണേ, അത് മുട്ടം കണ്ടായിരിക്കും. അച്ഛന് അറിയുന്നില്ലല്ലോ, ഇതുപോലും ഞാൻ വ്ലോഗ് ആക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. കണ്ട, ഇതാണ് കരിങ്ങാലിപ്പുഞ്ച. ഇതെന്തുവാ? ആ ബിൽഡിംഗ് കാണുന്നത് എന്തുവാ? ശ്രീബുദ്ധ കോളേജ് അല്ലേ? ഉത്സവത്തിന് വാങ്ങിച്ചതൊന്നും അല്ല. നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ടോ? നടുക്കായിട്ടൊരു മരം. ആ കാണുന്നത് ശ്രീബുദ്ധ കോളേജ് പാറ്റൂരാണത്. ഗായ്സ് ഇവിടെ ഫോട്ടോ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഇത് ഫോട്ടോഗ്രാഫർ സ്റ്റെഫിൻ, ഇത് മോഡൽ ആതിര. ഫോട്ടോ എടുത്ത് അവരിത് അവിടം വരെ എത്തി. ഏതാണ്ട് നല്ല കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ബൈ ബൈ പറയുന്നു. എന്നിട്ട് നമ്മളിനി അടുത്ത പ്രോഗ്രാം ഇനി നമ്മളെന്തുവാടാ, നമുക്ക് സ്റ്റുഡിയോ പോവാം. ഞങ്ങൾ അടൂർ സ്റ്റുഡിയോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു. ഗൈസ് പറയൊക്കെ പറക്കുന്നു, കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ ആൾക്കാരും ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, കുറേ പേര് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. മഴയില്ലായിരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നോണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആ ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല ഫോട്ടോ ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനത്തെ തിരിച്ച് നമ്മളിനിയും സ്റ്റുഡിയോ പോവാണ്, പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇറങ്ങിയിട്ടാണെങ്കിൽ ഞങ്ങൾ സ്റ്റോപ്പിൽ പോയിട്ട് ഇനി അടൂരിലോട്ട് ബസ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ അടൂരെത്തിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ്. നടന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകും. സ്റ്റുഡിയോയുടെ അപ്പുറത്ത് തന്നെ മാക്സ് ഉണ്ടല്ലേ, അതുകൊണ്ട് മാക്സ് പറ, അഭിപ്രായം പറ.
കുഴപ്പമില്ല, കുറച്ച് അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ബോയ്സിൻ്റെ വാങ്ങുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയനെ ഉപയോഗിക്കാമല്ലോ. സ്റ്റുഡിയോയിൽ ജീൻസ് ഒരു കാശും മുളക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2 നനയ്ക്കേ ഉള്ളൂ. അതിങ്ങനെ പഠിച്ചിരിക്കാം. അറ്റം കറി അതെന്ത് ആടി, ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ആ വർക്ക് വന്നതാണ് നൈസ് അല്ലേ. എന്തെങ്കിലും എടുത്തോ? ഇത് നോക്കണം, കിഡ് സെക്ഷനാണ്. 5-14 വയസ്സുള്ളതിനെ നമുക്ക് ചേരത്തുള്ളൂ. കിഡ് സെക്ഷനിൽ പോയാലേ നമുക്ക് എൻ്റെ അളവിനുള്ള ഡ്രസ്സ് കിട്ടത്തുള്ളൂ. നേരെ എടുക്കുന്നതാണ്, നേരെ നമുക്ക് കോപ്പി എടുക്കണം. ഏത് സെക്ഷനാ ഇത്? ബോയ് സെക്ഷനാണ്, വേറൊന്നും കൊണ്ടല്ല. എൻ്റെ അനിയൻ എടുത്താലും എനിക്കും കിട്ടത്തുള്ളൂ. അത് ഞാൻ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് മണ്ടയ്ക്ക് പോയി നിൽക്കാന്ന് ചോദിച്ചു. എല്ലാം ഇഷ്ടപ്പെട്ടു എടുത്തത്? അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇനി അപ്പൂന് ഒരു ഷർട്ടും കൂടെ എടുക്കണമെന്നുണ്ട്. ബട്ട് എനിക്ക് ഇവിടുത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റ്. ഞാൻ വെച്ച് മാക്സോ വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. മെൻസിൻ്റെ വിയറായിട്ടുള്ള കടകളൊക്കെ കാണും. അപ്പോൾ അവിടെ പോകാം. കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത മാക്സിലോ മെൻസ് വിയറിലോ എനിക്ക് വിശക്കുന്നു. ഓ, ഇത്രയും നേരം എ സിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചൂടാതറിയാവോ. ഞങ്ങൾ എന്നിട്ട് മെൻസ് വെയർ തപ്പാണ്. മാക്സിലും ഫുഡ് വാങ്ങിച്ചു തരാ. വഴികളെല്ലാം അറിയാവില്ല, എനിക്ക് പോലും അറിയത്തില്ല. നമ്മുടെ കൈവെള്ളം എവിടെ ഇരിക്കുന്നത്? ഞങ്ങളങ്ങനെ ഒരു ഷർട്ട് വാങ്ങിച്ചവന് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാനുള്ള കട തപ്പുവാണ്. ഇവിടെ ഫുഡ് നല്ല സ്പോട്ട് കടയുണ്ട്, പക്ഷെ ഉള്ളിലോട്ടൊക്കെയാണ് അല്ലേ. അങ്കിളിന്റെ ഈ വീട് ഇവിടെ അടുത്താണോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ബിരിയാണി ഉള്ളൂ, ഒരു നോർമലും ഒരു മലബാറിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ സുഡിയയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തു. ഇപ്പോൾ രാവിലെ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഒരു എന്താ പറയാനാ എണ്ണിക്കുന്നൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. പെട്ടെന്ന് ക്യൂപ്പറോടെ ഈ വീഡിയോ എടുക്കണമായിരുന്നു. ഞാൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങിയപ്പോൾ തന്നെ തലമുടി ഒരുങ്ങാൻ ഒരു നേരം എടുത്തപ്പം എടുക്കാനൊന്നും പറ്റിയില്ല. എണീറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടുത്തെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയി, പിന്നെ മെൻസ് വെയറിൽ പോയി, പിന്നെ ഇപ്പം അത് ഫുഡ് കടയിൽ വന്നിട്ട് നിൽക്കാം.
ഫുഡ് കഴിച്ചിട്ട് വേണം ഞാൻ അടുത്ത പ്ലാനിങ്. അവളുടെ സന്തോഷം നമുക്ക് ലെഗ് പിക്സ് കിട്ടിയതാണ്. ലെഗ് കിട്ടിയെന്നും പറഞ്ഞ അവള് സന്തോഷം. അവിടെ ലെഗ് എന്തായിരിക്കും, ചോറ് എന്തായിരിക്കും, അവക്കൊരു കട്ടിലും പായും ഇട്ട് കൊടുക്കൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നടക്കുക. ഈ പിശാചി നട്ടുച്ചയ്ക്ക് നടത്തിക്കുന്നു ബിരിയാണി മേടിച്ചിട്ട്. അതായത് നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. എത്താറായി, ബട്ട് ക്ഷീണിച്ചു പോയി. ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും വയറങ്ങ് ഫില്ലായിപ്പോയി. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതും കഴിഞ്ഞ് ബസ്സും പിടിച്ച് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു, കാരണം ക്ഷീണിച്ചു പോയി. ഓക്കെ ബൈ, ടാറ്റാ. ഹായ് ഗൈസ്, അങ്ങനെ വീട്ടിൽ വന്നു. ഇനിയും ഒന്ന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. ഉറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷം കാണിച്ചു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാറില്ല. സമയം ഇപ്പം ഏതാണ്ട് ഇപ്പം 6:30 എങ്ങാണ്ടായി കേട്ടോ. എപ്പോഴാണ് ഞാൻ എണ്ണീറ്റത്, പീരീഡ്സ് ആയി അതിൻ്റെ കൂടെ. സോ പീരീഡ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ കിടന്നുറങ്ങി. എനിക്കിപ്പോൾ എണ്ണീറ്റൊരു പരിപ്പോടെ കിട്ടിയായിരുന്നു, അത് കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ വേളയിൽ ഇങ്ങനെ വന്നിട്ട് വെളിയിൽ വന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മണ്ടയ്ക്ക് വന്നിട്ട് എന്താ പറയാനാ, ഉറങ്ങി എണ്ണീറ്റപ്പോൾ ഓക്കെ ആയി. തിരിച്ചിട്ട് വേദനയൊക്കെ തമ്പ കിടന്നു. ഞാൻ വൈകിട്ട് ചായ കുടിക്കാറില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമല്ല ചായയോട്. ചായ മാത്രമേ ഞാൻ കുടിക്കാറില്ല. അപ്പം ഇനിയും എന്താ പരിപാടി ചോദിച്ചാൽ, കുറച്ച് ക്രോഷ്യ വർക്കിൻ്റെ ഒക്കെ വർക്ക് വന്നിട്ടുണ്ട്. മറ്റേ ക്രോഷ്യ മനസ്സിലായിരുന്നു നിങ്ങൾക്ക്, നൂല് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്, അത് ചെയ്യണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ്. കാണിച്ചു തരാം, ഉറങ്ങുന്നവരെ ഡേ ഇൻ മൈ ലൈഫ് തുടരുന്നതായിരിക്കും. അതിന് അടുത്ത ക്രോഷ്യ വർക്ക് എന്തെങ്കിലും ചെയ്യണം. കുറച്ച് നേരം ഇതൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗിയാണ്. ഇത് അപ്പു നട്ട ഒരു ചാമ്പയ്ക്കാണ്. ഞാൻ നട്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നട്ടായിരുന്നു, പക്ഷെ അത് പോയി. ബട്ട് അപ്പു നട്ട ചാമ്പയ്ക്കാണ്. ഇത് കിട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, ഇത്രയൊക്കെ വളരാറുണ്ട്. വലിയ ചാമ്പയ്ക്കാണ്, ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അതിൻ്റെ പൂ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ റംബൂട്ടാൻ വളർന്നിട്ടുണ്ട്. പകുതിയോളം എന്നാ പറ്റിപ്പോയി, ഈ വെയിലൊക്കെ കാരണം കരിഞ്ഞു പോയിട്ടുണ്ട്. പകുതിയോളം ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി. കണ്ട കമ്പ് മാത്രമേ ഉള്ളൂ ഇപ്പം. എന്നാലും മാക്സിമം ആ പാവം റംബൂട്ടാന് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചോണ്ട് അത് എന്താ പറയുക നമുക്ക് തരുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാവേ, കാണാൻ പറ്റുമോ എന്തോ. ബാക്ക് ക്യാമറയിൽ കണ്ടില്ലേ, തേണ്ട് അങ്ങുമായിട്ടൊക്കെ ഉണ്ട്. വണ്ടയ്ക്കോട്ടുണ്ട് കണ്ടോ, വണ്ടയ്ക്കോട്ടുണ്ട് ഇഷ്ടംപോലെ, അടയ്ക്കുണ്ട്. നമുക്കിഷ്ടം പോലെ റംബൂട്ടാൻ തരും എല്ലാ വർഷവും. ഇതെന്ന് കായ്ക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എല്ലാ വർഷവും ഈ റംബൂട്ടാൻ നമുക്ക് തരുന്നുണ്ട്. ഇത് ഷീറ്റിന്റെ മണ്ടയ്ക്ക് വരെ ഉണ്ട് കേട്ടോ. നമുക്ക് മണ്ടയ്ക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഷീറ്റിന്റെ മണ്ടയ്ക്ക് കിടക്കുന്നത്. ഞാൻ ആ ഷീറ്റിന്റെ മണ്ടയ്ക്കൊക്കെ പണ്ട് പോയി പറിക്കുമായിരുന്നു. ഇപ്പം ഇനി വളരുമ്പോഴത്തേക്ക് റംബൂട്ടാൻ്റെ ഒക്കെ ഒരു കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെന്താണ് ഗൈസ്, എനിക്കൊരു തൊണ്ടയ്ക്കൊരു ചെറിയൊരു അടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പന്തളത്ത് വെളിയിൽ കറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കുറച്ച് മഴ നനഞ്ഞായിരുന്നു. ഇനി അതിപ്പോഴാണോ പിടിവിട്ടേ എനിക്കറിയത്തില്ല. ഇന്നലെ തൊട്ടൊരു തൊണ്ടയ്ക്കകത്തൊരു കുത്തു തൊണ്ടായിരുന്നു. ഇപ്പോഴായപ്പോഴത്തേക്ക് അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി ചൂടെ വെള്ളോട്ടുകൂടെ നടക്കുകയൊക്കെ ചെയ്തു. ഇന്ന് സ്റ്റുഡിയോ പോയി കറങ്ങി, 2 കടയിലും കണ്ടു കയറിയിരുന്നു അല്ലേ. കറങ്ങി ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും അവിടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെ ബസ്സൊക്കെ പിടിച്ചിട്ട് ഇനി വരുമായിരുന്നു. പെട്ടെന്ന് വരുമായിരുന്നു. എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് പീരീഡ്സ് ആവുമെന്ന്. അതുകൊണ്ട് ഞാൻ ഓടി വന്നത്. ഇനി അടുത്തൊരു ക്രോഷ്യ വർക്ക് ഉണ്ട്, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ക്രോഷ്യ വർക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ക്രോഷ്യ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ഷീണിച്ചു. ഇതാണ് യാൺസ്, കണ്ടില്ലേ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈൻ കിട്ടും, പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റോറിലൊക്കെ കിട്ടും. എന്നിട്ട് ഞാൻ ഇതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല. ഞാനൊരു ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ അടുത്തൊരു കസ്റ്റമർ ഒരു ടോപ്പ് മതി, നിനക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു ടോപ്പ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചിട്ടൊരു ടോപ്പ് ഞാൻ പറഞ്ഞു. അതാണിത്. ഞാൻ ഇങ്ങനെ മിക്സർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാണുമ്പോൾ ഇച്ചിരി ഭംഗി വരുമല്ലോ, അതിനാണ്. ഇതാണ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് നാളെടുത്ത്, പിന്നെ മടി കാരണം ഇങ്ങനെ 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 പോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ. ഇപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയുക ക്രോഷ്യ ടോപ്പിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക പഠിപ്പിക്കുന്ന വീഡിയോ അങ്ങനെ എങ്ങനെയാണ് യാണൊക്കെ കയറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ഹുക്കുണ്ടല്ലോ, ഇതാണ് യാൺ ഹുക്ക്. ഈ ഒറ്റൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ ആക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ നീണ്ടി വെച്ചിട്ടൊരു ഷാളാക്കാം. അതിലെ ഭംഗി ഇതാണ്. അങ്ങനെ ഇപ്പം ഇവിടെ വരെ വെച്ചിട്ടുണ്ട്, തയ്ച്ചിട്ടുണ്ട്. എന്താ സംഭവം ഞാൻ കാണിച്ചുതരാം. എൻ്റെ അറ്റ എവിടെയാണ് വെച്ചേക്കുന്നത്. അറ്റം അല്ലേ സ്പീഡിൽ വന്നിട്ടുണ്ട്. പണ്ട് സ്പീഡിലൊന്നും ആവത്തില്ലായിരുന്നു. പണ്ട് കുറേ എടുക്കുമ്പോഴേ ഇച്ചിരി പോകത്തുള്ളായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം. ഇച്ചിരി വലുതായതുകൊണ്ട് ദേഹത്തൊക്കെ ഇട്ടിട്ടേ കാര്യം നടക്കത്തുള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്ത് ഈ ഒരു യാണിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ ലോക്കി. എന്നിട്ട് വീണ്ടും അടുത്തൊരു ഇതിലോട്ട് പോയിട്ട് ഈ യാൺ വെച്ചിട്ട്, ഭയങ്കര കട്ടി കുറഞ്ഞൊരു യാണാണ് കേട്ടോ. കാരണം തൊടാൻ നല്ലൊരു രസമുള്ളൊരു യാണാണ്. നല്ലൊരു സോഫ്റ്റാണ്. കണ്ടോ, നമ്മളൊരു സാധാ നൂലിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു കട്ടി വരും, അത്രേ ഉള്ളൂ. കട്ടികളുള്ളതുണ്ട് കുറേ. എനിക്കൊരു വേറൊരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പാവ ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ അതിലോട്ടൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ പാവ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് പാവ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള രീതിയിലിരിക്കുവാണ്. അതിലൊരു യാണേ ഉള്ളൂ, ഒരു യാണും കൂടെ വാങ്ങണം, എന്നാലേ പാവ ഉണ്ടാക്കാൻ പറ്റില്ല. അത് മറ്റേ ബേബി സോഫ്റ്റ് യാണാണ്. ബേബി സോഫ്റ്റ് യാണെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു സോഫ്റ്റ് ടൈപ്പുള്ള ഒരു യാണാണ്. ആകുമ്പോൾ നല്ലതായിരിക്കും. അതിനുള്ള അക്സസറീസ് ഒക്കെ വാങ്ങണം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണ്ണ് വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു കുറച്ച് പഞ്ഞിയൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഇത് വേണം. അപ്പം അതൊരു സാധനങ്ങൾ വാങ്ങണം. ഞാൻ ഇതുവരെ വാങ്ങിച്ചില്ല. അപ്പം അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതായി. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ. കാരണം വർക്ക് പെട്ടെന്ന് വരുന്നതും കൊണ്ട്, ഇപ്പോൾ കുറച്ച് വർക്ക് വരുന്നതും കൊണ്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഒരു ടോപ്പ് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം കസ്റ്റമർ തരുവാണെങ്കിൽ ആ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ ഈ തിരക്കും കാര്യങ്ങളും ഇങ്ങനെ കറക്കം പകുതി എനിക്ക് അതിനോട് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്ന വർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മോട്ടീവ് മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ ആയിരുന്നു അതൊന്ന് അപ്ലോഡ് ചെയ്ത്, നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്നാലല്ലേ ആൾക്കാർക്ക് പെട്ടെന്ന് റീച്ചായിട്ട് പെട്ടെന്ന് ആൾക്കാർ ഓർഡർ ചെയ്ത്. എനിക്കിപ്പോൾ ഓർഡർ വേണ്ട. ഇപ്പോൾ എനിക്ക് 2-3-4 ഓർഡർ ഇരിപ്പുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാനാ അടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അടുത്ത ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് ഇനി ഒരു ഓർഡർ കിട്ടിയാലൊന്നും എന്നെക്കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസായിട്ട് വീഡിയോസായിട്ട് റിച്ച് ക്രോഷ്യ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. കണ്ടോ, നിങ്ങൾ കണ്ടപ്പം ഇവിടെ ഇരുന്നതല്ലായിരുന്നോ, ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇതാണ് ഇന്നത്തെ പരിപാടി. സോ അപ്പോൾ ഞാനിത് ചെയ്ത് തീർക്കട്ടെ. അങ്ങനെ ക്രോഷ്യയുടെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൽഷയുടെ ഇരുന്ന് കാണുമായിരുന്നു. അടിപൊളി ഒരു സീരീസ് ആണ്. That's okay. I'm a self-tucker. Here. Dr. Sturgis? Oh, Sheldon. So nice to see you. I think you tripped and hit your head. I'm a bit woozy. I better test for concussion. What's your name? John Burgess Sturgis.
Burgess Sturgis, great name. Thank you. Who is the President of the United States? George Herbert Walker Bush. I like Burgess Sturgis. അങ്ങനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമുക്കിനി ഇനി എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ്, അതെല്ലാം ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും മൂവി യങ് ഷെൽഡനോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരീസ് ഒക്കെ എന്തെങ്കിലും ഇരുന്ന് കണ്ടിട്ട് ഉറങ്ങും. അതിനാണ് എൻ്റെ പരിപാടി. എൻ്റെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിൻ്റെ ഒരു വേറൊരു വീഡിയോ ഇടാം, അതുകൊണ്ടാണ് സ്കിൻ കെയർ ഇടാത്തത്. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പം ഞാൻ പോയി മുഖമൊക്കെ സെറ്റാക്കി തരാം. അങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് സീരീസൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പം ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.